ഇസ്രായേൽ ഇറാൻ സംഘർഷമാണ് ഇപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ ഗാസ യുദ്ധമടക്കം റിപ്പോർട്ട് ചെയ്ത IANSൻ്റെ അസോസിയേറ്റ് എഡിറ്റർ അരുൺ ലക്ഷ്മൺ നമ്മളോടൊപ്പം ഉണ്ട്. സർ, ഇതാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ സംഘർഷം അതിങ്ങനെ വലിയ രീതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു യുദ്ധം പ്രതീക്ഷിക്കാവുന്ന ഘട്ടത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും ഈ ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭാവി എങ്ങനെയായിരിക്കും? കഴിഞ്ഞ ഒക്ടോബർ 7, 2023 ഹമാസ് ഇസ്രായേലിനകത്ത് കയറുന്നു. ഒരു യൂണിലാറ്ററൽ അറ്റാക്കായിരുന്നു. ഇസ്രായേലിനകത്ത് കയറുന്നു. 3000 ആളുകളെയാണ് അന്ന് വധിച്ചതും 265 ആളുകളെ തട്ടിക്കൊണ്ടുപോയത്, കിഡ്നാപ്ഡ്. ഇതിൻ്റെയൊക്കെ ഈ ഇസ്രായേൽ ഹമാസ് ആയാലും ഹൂത്തികളായാലും ഹസ്ബുൾ ആയാലും ഇതിൻ്റെയൊക്കെ ബ്ലെയിം വെക്കുന്നത് ഇറാൻ്റെ മുകളിലാണ്. പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് ഓഫ് ഇറാനാണ് ഇതിനെയൊക്കെ ഫണ്ട് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതാണ് ഇസ്രായേൽ കലാകാലങ്ങളായിട്ട് ഇസ്രായേൽ ഉയർത്തുന്ന ആരോപണം, അല്ലെങ്കിൽ ഇസ്രായേൽ അടങ്ങിയ വെസ്റ്റേൺ ബ്ലോക്ക് ഉയർത്തുന്ന ആരോപണം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിനൊരു കണ്ണ് എപ്പോഴും ഇറാനിലുണ്ടാവും. ആ ഒരു കണ്ണിൻ്റെ ഭാഗമായിട്ടാണ് പുതിയ അറ്റാക്ക്. ഇസ്രായേലിനൊരു സംശയമുണ്ട്, ഇറാൻ വീണ്ടും ന്യൂക്ലിയർ എൻറിച്ച്മെൻറ്റിലേക്ക് പോകുമോ, ന്യൂക്ലിയർ ബോംബ്. ഇറാൻ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിഞ്ഞാൽ അത് ഇസ്രായേൽ തൊട്ടടുത്ത രാജ്യമാണല്ലോ. അവർക്ക് ഇസ്രായേലിനകത്ത് ഏറ്റവും ഡീപ്പ് ഇൻസൈഡ് ഇസ്രായേൽ പതിക്കാൻ പറ്റിയ മിസൈലുകൾ ഇറാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷേ അതിന് മുകളിൽ വാർഹെഡ്സിൽ ന്യൂക്ലിയർ വാർഹെഡ്സ് ഉണ്ടാക്കാൻ ഇറാൻ ഇതുവരെ പറ്റിയിട്ടില്ല എന്നാണ് ലോകം വിശ്വസിക്കുന്നത് ഇപ്പോഴും. പക്ഷേ നമുക്കറിയാമായിരുന്നു പാകിസ്ഥാൻ്റെ അദ്ദേഹം അടക്കമുള്ള ന്യൂക്ലിയർ സയൻറ്റിസ്റ്റുകൾ ഇറാനും അതുപോലെ തന്നെ നോർത്ത് കൊറിയക്കും ഈ സാധനം കൊടുത്തിട്ടുണ്ട് എന്നുള്ളൊരു ധാരണ എല്ലാവരും. പക്ഷേ ഈ ന്യൂക്ലിയർ സാധനത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് എപ്പോഴും അതൊരു ഒറ്റൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ പല ബിറ്റ്സ് ആൻഡ് പീസസിലേക്ക് ചെയ്യുക. അത് അങ്ങനൊരു സാധനം കൂട്ടി യോജിപ്പിക്കേണ്ടി വരും. അപ്പം പല ആളുകളുടെയും ഇൻപുട്സിലുണ്ടാകുന്ന സർക്യൂട്ട്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പൂർണ്ണതയിലേക്ക് ഇതുവരെ ഇറാൻ എത്താൻ പറ്റില്ല. ഒന്നുകിൽ അതിൻ്റെ മുമ്പിലുള്ള ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ വേറെ പ്രോജക്റ്റ് ചെയ്യുന്ന സയൻറ്റിസ്റ്റ് ആക്സിഡൻ്റ് ആവുകയോ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇതുവരെ പബ്ലിക് ഡൊമൈനിൽ ഇതുവരെ ഇറാൻ ന്യൂക്ലിയർ വാർഹെഡ് ഇറാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇസ്രായേൽ ഏജൻസികൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇറാൻ എവിടെയോ ഇതിൻ്റെ എന്തോ ഒരു സാധനം ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെപ്പോഴും ഓൺ കോഷനാണ്. അപ്പോൾ ഇതൊരു വാറിലേക്ക് ഞാൻ അധികം പറഞ്ഞു പോകുന്നത് വാറിലേക്ക് പോകുമോ എന്നുള്ള ഇപ്പോഴും ഞാൻ സ്കെപ്റ്റിക്കലാണ്. ഇപ്പോഴും എനിക്ക് അതിനെപ്പറ്റി പറയാൻ പറ്റില്ല. കാരണം ട്രംപിനെ പോലത്തെ ടോട്ടലി ഒരു ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ഒരു ഭരണാധികാരി വരുമ്പം ഒരു വാർ വരിക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എല്ലാ മാർക്കറ്റും ക്രാഷ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റിനൊക്കെ അമേരിക്ക ഇപ്പം സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക വെപ്പണൊക്കെ വെക്കുമായിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ ബഡ്ജറ്റ് ഏറ്റവും കൂടുതൽ ആർമി അല്ലെങ്കിൽ വെപ്പൺസിലാണ്. അതുപോലെ എല്ലാ കൺട്രീനും വെപ്പൺ ഉണ്ട്. അത് അമേരിക്കയ്ക്ക് വലിയ റോൾ ഉണ്ടായില്ല. അത് അമേരിക്ക വിൽക്കും. പക്ഷേ വാർ ഇസ് ജസ്റ്റ് ഔട്ട് ഓഫ് വാർ അതുവരെ അവരെല്ലാം ചെയ്യും. അതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇസ്രായേൽ സൈനിക ശക്തി വളരെ വലുതാണ്. അത്രയും തന്നെ കിടപിടിക്കുന്നതാണോ ഇറാൻ്റെയും ഒരു സൈനിക ശക്തിയും അതുപോലെ ആയുധങ്ങളുടെ ശേഷിയൊക്കെ? അല്ല, ഇറാൻ്റെ ഇസ്ലാമിക് ഗാർഡ്സ് ഓഫ് ഇറാൻ വലിയൊരു സാധനമാണ്. ഇറാൻ ഒരു കാലത്ത് ഇറാനിൽ ഇസ്ലാമിക് റവല്യൂഷൻ 1970s വന്നല്ലോ. അത് ഷാൻ്റെ ഭരണത്തിന് അട്ടിമറിച്ച് അയത്തുള്ള ഖമേനി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സാണ്. അപ്പോൾ അവരുടെ ഒരു സാധനമുണ്ട്. അവർക്കൊരു ഈ മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും പവർഫുൾ ആർമി ഇപ്പോഴും ഇറാൻ്റെ തന്നെയാണ്. ഇറാഖ് വാർ ഉണ്ടായിരുന്ന സദ്ദാം ഹുസൈനുള്ള സമയത്ത് ഖമേനിൻ്റെ ഇതുമായിട്ട് അന്ന് ഇറാഖിന് നമ്മൾ സപ്പോർട്ട് ചെയ്യുമായിരുന്നു, ഇന്ത്യൻ സപ്പോർട്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഇറാനിൽ അടിച്ചല്ലോ ഇസ്രായേൽ. അതിന് പ്രത്യാക്രമണം ഉണ്ടാവുമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ ആ പ്രത്യാക്രമണത്തിൽ കാഷ്വാലിറ്റീസ് ഉണ്ടായാൽ പിന്നത്തെ വാർ എങ്ങനെയാണ് പോകുക എന്നുള്ളത് ഇറ്റ് ഈസ് എന്താ പറയുക, അതൊരു പഠിക്കേണ്ട വിഷയമായിരിക്കും. കാരണം ഈ ഇസ്രായേൽ അങ്ങനെ വെറുതെ ഇരിക്കില്ല. ഇസ്രായേൽ ഒരു സോൾജർ കൺട്രിയാണ്. എല്ലാവരും സോൾജേഴ്സാണ് അവർ. ഞാൻ അവിടെ പോയ സമയത്ത് ടെലവീവിൽ മേക്കിംഗ് മെറി ആയിരുന്നു ആൾക്കാർ. ടെലവീവ് സിറ്റിയിൽ വൈകുന്നേരം എല്ലാ ലൈഫും ഉണ്ടായിരുന്നു, എല്ലാ പബ്ബുകളും ഉണ്ടായിരുന്നു, ഡാൻസ് പാർട്ടീസ് ഉണ്ടായിരുന്നു, ബീച്ച് റൈഡ്സ് എല്ലാം ഉണ്ടായിരുന്നു. അപ്പുറത്ത് അങ്ങനെ സോണിൽ വാർ നടക്കുക. അപ്പോൾ അത്രയും ഈ അവരെല്ലാം വാറിലേക്ക് വിളിക്കാൻ എല്ലാവരും പ്രിപ്പയർഡാണ്. അവരെല്ലാം ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ, സ്റ്റുഡൻസ് എല്ലാവരും വാറിൽ വിളിക്കാൻ അല്ലെങ്കിൽ റിസർവ്സിൽ നിൽക്കുകയാണ്. അപ്പോൾ അവർ പോവും. അപ്പോൾ എന്നാലും അതിൻ്റെ തലേദിവസം വരെ അവരോട് മെറിമേക്കും. അങ്ങനത്തെ ഒരു വാർ ബ്ലഡിലുള്ള ഒരു കൺട്രിയാണ് അവർ. തൊട്ടടുത്ത ഇവന്മാരും അല്ലെങ്കിൽ തന്നെയാണ്. ഈ നമ്മളിപ്പോൾ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് മികവ് അവിടെ മികച്ചു നിന്നിരുന്നു. കാരണം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, ആണവ ശാസ്ത്രജ്ഞരെ, ഇവരെയൊക്കെയാണ് ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം നടന്നത്. അതെങ്ങനെയാണ് ഇസ്രായേൽ ഇത്രയും ഡീപ്പായി എത്തുക എന്നുള്ളതാണ്? ഇസ്രായേൽ വേൾഡിൽ നമ്പർ 1 ഏജൻസിയാണല്ലോ മൊസാദ്. ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ഏജൻസി മൊസാദാണ്. പണ്ടൊരു സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഏറ്റവും അധികം ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ അയച്ച് കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായിരുന്നല്ലോ വേൾഡിൽ ഏറ്റവും വലിയ ജൂതപ്പാലായനം നടന്നത്, ജൂതന്മാരെ കൊലപ്പെടുത്തിയത്. ഹിറ്റ്ലറിൻ്റെ ആ റേസിനെ തന്നെ ഇല്ലാതാക്കാനുള്ള സുപ്രീം ആര്യൻ റേസിന് വേണ്ടി ചെയ്ത ഒരു പരിപാടിയായിരുന്നു. ഹിറ്റ്ലറിൻ്റെ ബുദ്ധിയിലായിരുന്നു. അതിലേക്ക് ജൂതന്മാരെ ഗ്യാസ് ചേമ്പറിൽ അയക്കുന്ന സൈൻ ചെയ്യുന്ന ഒരാളുണ്ട്, ഐക്മാൻ. ഫുൾ നെയിം മറന്നുപോയി. ഐക്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഐക്മാനെ ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിയുന്നു, ജർമ്മനി തോക്കുന്നു. അതിനുശേഷം ഐക്മാൻ അവിടെ നിന്ന് മുങ്ങി.
ഐക്മാൻ ബ്യൂണസ് ആയസിലായിരുന്നു പോയത്. അർജൻറ്റീനയുടെ ക്യാപിറ്റലായ ബ്യൂണസ് ആയസിൽ അയാളൊരു വേറൊരു ജോലിയിൽ ജീവിക്കുന്നത്, അയാളുടെ കുടുംബസമേതം. ഈ ഇസ്രായേൽ അപ്പുറത്തേക്ക് ട്രേസ് ഔട്ട് ചെയ്തു. ഇസ്രായേലിന് പുതിയ രാജ്യം വന്നല്ലോ, ഇസ്രായേൽ രാജ്യം വന്നു, അവർ ട്രേസ് ഔട്ട് ചെയ്തു. ഐക്മാൻ എവിടെയുണ്ടെന്ന് അവർ ചാരന്മാർ ലോകം മുഴുവൻ അയച്ചു, അവർ കണ്ടുപിടിച്ചു ഐക്മാൻ ബ്യൂണസ് ആയസിലുള്ളത്. ഐക്മാൻ അവരുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ഗോൾഡ മേയർ അറിയാതെ ഒരു സമ്മിറ്റ് ഉണ്ടായിരുന്നു, അവിടെ ലോക എന്തോ പരിപാടി ഉണ്ടായിരുന്നു. അതിൽ പ്രൈം മിനിസ്റ്റർ പോകുമ്പം പ്രൈം മിനിസ്റ്റർ എൻട്രോജിൽ മൊസാദും കയറിയിട്ടുണ്ടായിരുന്നു. അവർ നേരത്തെ അവിടെ സേഫ് ഹൗസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇൻ്റലിജൻസിൽ സേഫ് ഹൗസ് എന്ന് പറഞ്ഞൊരു വീടെടുത്ത് അതിനകത്ത് ഇവർ ചോദ്യം ചെയ്യുക. അവരുടെ ഒരു സ്ഥാനം അതെല്ലാ സ്ഥലത്തും അവർക്ക് സേഫ് ഹൗസ് ഉണ്ടാവും. അവർ ഐക്മാൻ്റെ റൂട്ട് മുഴുവൻ സ്കെച്ച് ചെയ്തു. ഒരു ദിവസം ഒരു അംബാസഡർ കാർ വെച്ച് ഐക്മാനെ കിഡ്നാപ്പ് ചെയ്തു. പ്രൈം മിനിസ്റ്റർ പോലും സത്യം പറഞ്ഞാൽ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ ആംബുലൻസ് കൊണ്ടുവന്നു, ഈ ഫ്ലൈറ്റിൽ തന്നെ കയറ്റി ഇസ്രായേൽ എത്തിയതിന് ശേഷം അത് വലിയ ടർമോയിൽ ഉണ്ടാക്കിയിരുന്നു ലോകത്തന്ന്. ഇസ്രായേലിൽ ട്രയൽ നടത്തി ഐക്മാനെ ഹാങ് ചെയ്തത്. അപ്പോൾ അത്രയും നല്ല ഇൻ്റലിജൻസ് അന്നേ ഉണ്ട്. അപ്പോൾ പിന്നെ ടെക്നോളജിയിൽ ഇല്ലാണ്ട് എല്ലാ ഹ്യൂമൻ ഇൻ്റലിജൻസ് ആയാലും ശരി, അതുപോലെ തന്നെ എന്താ പറയുക, ഇവരുടെ ടെക്നോളജിക്കൽ സുപ്രീമസി ആയാലും ശരി, ഒരു ഭീകരമായിട്ട് അവർ ചെയ്തിട്ടുണ്ടോ. അപ്പോൾ ഇറാൻ്റെ മുക്കും മൂലയും ഇസ്രായേലിൻ്റെ നിരീക്ഷണത്തിൽ തന്നെയാണെന്ന് പറയാം. അത് അവർക്കറിയാമല്ലോ കൃത്യമായിട്ട്. ഇപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇത്രയും വലിയ എക്വിപ്ഡ് അല്ലാത്ത ഒരു ഒരു വാറിയർ കൺട്രി അല്ലാത്ത ഒരു പ്യുവർ ഡെമോക്രസി ആയിട്ടുള്ള നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ നടത്തുമ്പോൾ നമുക്കൊരു മിസൈൽ പോലും പാളി ഉണ്ടായിരുന്നില്ല, അല്ലെ നമ്മളൊരു അറ്റാക്കും പാളിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കൃത്യമായി പിൻ പോയിൻ്റ് ആക്രോസിൽ നമ്മൾ അടിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതെന്തുകൊണ്ടാണ്? നമ്മൾ RAW പോലത്തെ ഒരു ഏജൻസി ഉണ്ട് നമുക്ക്. ആ ഏജൻസീൻ്റെ കൃത്യമായ വ്യക്തമായ ഇൻപുട്ട് ഉണ്ട്. അത് RAW ചെയ്യാൻ പറ്റും, അത്ര തന്നെ അതിൻ്റെ മുകളിൽ അവർക്ക് മൊസാദിന് ചെയ്യാൻ പറ്റും. വേൾഡ് ഏറ്റവും ബെസ്റ്റ് ഇൻ്റലിജൻസ് ഏജൻസിയാണ് മൊസാദ്. പിന്നെ ഞാൻ അവിടെ വെച്ചിട്ട് മൊസാദിൻ്റെ പഴയ ഒരു DG-നെ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, യാർ റൈഡ് അദ്ദേഹത്തിൻ്റെ പേര്, യാർ റൈഡ്. അദ്ദേഹത്തിൻ്റെ സ്യൂഡോനിയം ഉണ്ടായിരുന്നു, അബൂ ദാവൂദ്. ഇറ്റ് വാസ് ഇൻ ലെബനോൺ വെസ്റ്റ് ബാങ്കിനകത്തായിരുന്നു, ഡീപ്പ് ഇൻ ടു ലെബനോൺ. അവിടെ ഈ മൊസാദിന് വേണ്ടി ആൾക്കാരെ കൾട്ടിവേറ്റ് ചെയ്യായിരുന്നു. ഈ വലത്തെ കൈക്കൊക്കെ ബുള്ളറ്റ് ഇടാനായിരുന്നു, ഈ കയ്യിൽ മുഴുവൻ പുള്ളി. അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞായിരുന്നു, വി ആർ ഡീപ്പ് ഇൻ ടു ഇറാൻ, ഞങ്ങൾ ഇറാൻ്റെ എല്ലാ തലത്തും ഞങ്ങളുണ്ട്, യു ടെൽ ദ വേൾഡ്, ലോകത്തിനോട് പറഞ്ഞു. അതിനുശേഷമാണ് ഇസ്മായിൽ ഹനിയ മരിക്കുന്നു. ഹമാസിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഇസ്മായിൽ ഹനിയെ ഇറാൻ്റെ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ കസ്റ്റഡിയിലുള്ള, അല്ലെങ്കിൽ അവരുടെ ഗസ്റ്റായിട്ട് വന്ന അദ്ദേഹത്തിനെ അവിടെ വെച്ചിട്ടാണ് വധിക്കുന്നത്, ഹനിയാന. അതുപോലെ തന്നെ റാസിൻ്റെ മരണം, അന്നത്തെ ഇറാനിയൻ പ്രസിഡൻ്റായിരുന്ന റാസി ഒരു ഹെലികോപ്റ്റർ ക്രാഷിലാണ് മരിക്കുന്നത്. അത് എങ്ങനെ നടന്നു എന്നോ ഒന്നും ഇതുവരെ മൊസാദും പറഞ്ഞിട്ടില്ല, ഇറാനും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൊസാദ് എന്ന് പറഞ്ഞ ഏജൻസിക്ക് എല്ലാ ഫുട് പ്രിൻസും ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തും അവർക്കുണ്ട്. നമ്മൾ മ്യൂണിക് 1972 എന്ന് പറഞ്ഞൊരു പഴയ സിനിമയുണ്ട്, ആ സിനിമയും ബുക്കും ഒക്കെ ഉണ്ട്. ആ ബുക്ക് വായിച്ചൊക്കെയും കണ്ടാലും അറിയും എന്താണ് മ്യൂണിക് ഒളിമ്പിക്സിൽ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ ഇസ്രായേലിൻ്റെ ഒളിമ്പിക് വില്ലേജിൽ ഇസ്രായേൽ അത്ലറ്റ്സ് താമസിച്ച സ്ഥലത്ത് PLO, അന്നത്തെ പലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ, യാസർ അറാഫത്തിൻ്റെ, അവർ കയറി കുറേ ഇസ്രായേലി അത്ലറ്റ്സിനെ കൊന്നു. അതിന് ശേഷം ഇസ്രായേൽ ഓരോ ആൾക്കാരെയും, അതിൻ്റെ പ്ലാൻ ചെയ്ത ആൾക്കാരെ, അത് എക്സിക്യൂട്ട് ചെയ്ത ആൾക്കാരെ എല്ലാവരും അവർ വധിച്ചു. യൂറോപ്പിൻ്റെ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് അവർ കൊലപ്പെടുത്തി പല രീതിയിലും. അപ്പോൾ അങ്ങനത്തെ ഒരു ഏജൻസിയാണ് മൊസാദ്, അങ്ങനത്തെ ഒരു കൺട്രിയാണ് ഇസ്രായേൽ. അപ്പോൾ അതിനോട് കളിക്കുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് റിറ്റാലിയേഷൻ ഉണ്ടാവും. ഇറാൻ്റെ ആർമിയൊക്കെ സ്ട്രോങ് ആർമിയാണ്. കഴിഞ്ഞ തവണയും ഇറാൻ അതിനകത്ത് കയറി അടിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ചെറിയ ചെറിയ പടക്കങ്ങളായിരുന്നു. ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് ഇറാൻ കാണിച്ചതായിരുന്നു. നിങ്ങളുടെ അയൺ ഡോമിനകത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ കടക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും എന്ന് ഇറാൻ കാണിച്ചതായിരുന്നു.